ആക്സ്ഫിക്സിയൻ്റ് എന്ന ചാപ്റ്റർ. ആക്സ്ഫിക്സിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ മഞ്ഞാണ്, ഇതല്ല. ആക്സ്ഫിക്സിയൻസ് എന്ന് പറഞ്ഞാൽ ഇർറെസ്പബിൾ ഓഫ് ടോക്സിക് ഗ്യാസസ് ആണ്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഡിലിറ്റേറിയസ് എഫക്റ്റ് ടു ദ ഹ്യൂമൻ ബോഡി. ഹൗ ആർ ആക്സ്ഫിക്സിയൻ ക്ലാസിഫൈഡ്? സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ആക്സ്ഫിക്സിയൻസ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ബ്യൂട്ടൈന്, മീഥൈന്. സിമ്പിൾ ആക്സ്ഫിക്സിയൻസ് ആണ് കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ബ്യൂട്ടൈൻ, മീഥൈൻ. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി റെസ്പിറേറ്ററി ഇറിറ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അമോണിയ, ക്ലോറിൻ, ഹൈഡ്രജൻ സൾഫൈഡ്. അമോണിയ, ക്ലോറിൻ, ഹൈഡ്രജൻ സൾഫൈഡ്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, സ്മോക്ക് എന്നിവയാണ്. ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് കാർബൺ മോണോക്സൈഡ്? കാർബൺ മോണോക്സൈഡിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ, മൊത്തമായിട്ട് കത്താത്ത കമ്പഷൻ എന്ന് പറയും, മൊത്തമായിട്ട് കത്താത്ത ഉള്ള സാധനം. പിന്നെ ഓട്ടോമൊബൈലിൽ, വണ്ടി ഓടിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഫയറിൽ, ടൊബാക്കോ സ്മോക്കിൽ. എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദ കാർബൺ മോണോക്സൈഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ, ഈ കാർബൺ മോണോക്സൈഡ് പോയിസണ് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഹൈ അഫിനിറ്റിയാണുള്ളത്. ഹൈ അഫിനിറ്റി, ഏകദേശം 220 to 250 ടൈംസ് ആസ് ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനെക്കാട്ടി നമ്മുടെ ഹീമോഗ്ലോബിന് കാർബൺ ഡയോക്സൈഡുമായിട്ടുള്ള അഫിനിറ്റി, അഭേദ്യമായിട്ടുള്ള ബന്ധം വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യും. അങ്ങനെ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അങ്ങനെ ഓക്സിജൻ ഇൻകേപ്പബിൾ ഓഫ് ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ ആൻഡ് ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറഞ്ഞാൽ 0 to 10% പ്രത്യേകിച്ച് ഒരു സിംറ്റംസും കാണാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് പേഷ്യൻസിന് ഒരു സിംറ്റംസും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ 10 to 20% ആവുമ്പോഴത്തേനും ശ്വാസം മുട്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് എക്സേർഷൻ, അവർക്ക് നടക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ശ്വാസം മുട്ടൽ തുടങ്ങും. ചെറിയൊരു ഹെഡേക്ക്, തലവേദന ഉണ്ടാവാം. 20 to 30% വളരെയേറെ നല്ല ഒരു തലവേദന ഉണ്ടാവാം. ബസിങ് ഇൻ ഇയേഴ്സ്, ബ്രത്ത്ലെസ്നെസ്, മസിൽ വീക്ക്നെസ്, മസിൽസിനൊക്കെ ഒരു കോച്ചിപ്പിടുത്തം, വീക്ക്നെസ് ഉണ്ടാവാം. ഇൻകോർഡിനേഷനിലേക്ക് മാറാം. 30 to 40% ആകുമ്പോൾ വളരെയേറെ ഇവിടെ സംഭവിക്കുന്ന നമുക്കറിയാം. തലവേദന കൂടുന്നു, ശരീരത്തിന് മസിൽ ഇൻകോർഡിനേഷൻ ഉണ്ടാവുന്നു, ശ്വാസം മുട്ടുണ്ടാവുന്നു. 30 to 40% വളരെയേറെ വലിയ തലവേദന ഉണ്ടാവുന്നു, ഛർദി വരുന്നു, തലകറക്കം വരുന്നു, ഡിസീനസ് വരുന്നു, വോമിറ്റിംഗ് വരുന്നു, ശ്വാസം മുട്ട് വരുന്നു. ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെ ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇമ്പേർഡ് ജഡ്ജ്മെൻറ്റ്, മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു, ഇൻകോർഡിനേഷൻ ഉണ്ടാകുന്നു, ഡിം വിഷൻ ഉണ്ടാകുന്നു. കാഴ്ചയ്ക്കും വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. കാഴ്ചകളിലും എത്രയും പ്രശ്നം വരും. 30 to 40%. എന്നാൽ 40 to 50% ഓൾ സിംറ്റംസ്, എല്ലാ പ്രശ്നങ്ങളും ഇൻറ്റൻസിഫൈഡ് ആവുന്നു. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഡ്രങ്കൻനെസ്. 40 to 50 പ്രത്യേകം ശ്രദ്ധിച്ചോണം. 40 to 50% ഒരു മദ്യപിച്ച ഒരു വ്യക്തിയുടെ 40 to 50, ഒരു 50 ഹാഫ് സെഞ്ചുറി അടിക്കുന്നത് പോലെ 40 to 50 ഹാഫ് സെഞ്ചുറി, അങ്ങനെ ഓർക്കുക. 40 to 50% കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സിംറ്റംസ് എല്ലാം വളരെയേറെ കൂടുന്നു. അവിടെ ഒരു ഡ്രങ്കൻനെസ്, നമുക്ക് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 50 to 70% ആകുമ്പോൾ ചൈനീസ് ടോക്സ്, റെസ്പിറേഷനിലുള്ള മാറ്റങ്ങൾ, ചൈനീസ് ടോക്സ്, പിന്നെ അപസ്മാരം, കൺവൾഷൻസ്, പിന്നെ കോമയിലേക്ക് പോകുന്നു, റെസ്പിറേറ്ററി പാരാലിസിസിലേക്ക് പോകുന്നു. മൊത്തത്തിൽ നമ്മുടെ ലങ്സ് തന്നെ പാരലൈസ്ഡ് ആയി പോകുന്നു, ഡെത്തിലേക്ക്, മരണത്തിലേക്ക് ഏർപ്പെടുന്നു. എപ്പോൾ? 50 to 70%. 70% ആകുമ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റ് തന്നെ ഉണ്ടാവുന്നു. അടുത്തത്, വാട്ട് ആർ ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഫോർ ദ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്? തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ പറഞ്ഞു, ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ, സെർബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്സ്, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, എപ്പിലെപ്സി. ഇതെല്ലാം ഒന്ന് ഓർത്തിട്ടോണം. നമ്മുടെ തലയ്ക്കുണ്ടാകുന്ന
മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചസിനുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ്, എപ്പിലെപ്സി. ഹൗ ഡു യു ഡയഗ്നോസിസ് ദ കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി? എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ബ്ലഡിലുള്ള കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 0 to 10%, 10 to 20%, 20 to 30%, 30 to 40%, 50 ആകുമ്പോൾ ഹാഫ് സെഞ്ചുറി ആകുമ്പോൾ നമുക്ക് ആൽക്കഹോളിക് പോലെ ഉണ്ടാവാം, ഇൻടോക്സിക്കേഷൻ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. പൾസ് ഓക്സിമെട്രി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ECG, ST വേവ് എലിവേഷൻ ഓർ ഡിപ്രഷൻ. ചെസ്റ്റ് എക്സ്റേയിൽ ഒരു ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പിയറൻസ് കാണും. ചെസ്റ്റ് എക്സ്റേയിൽ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പിയറൻസ്, ഇങ്ങനെ എന്താണ് ഒരു ഗ്ലാസ് പോലെയുള്ള കാര്യങ്ങൾ. ST എലിവേഷൻ, PQRSൻ്റെ അകത്ത് ST എലിവേറ്റഡ് ആവാം, മയോകാർഡിൽ ഇൻഫാക്ഷൻ ആണോ എന്നൊക്കെ സംശയിച്ചിരിക്കാം. ST ഡിപ്രഷനും ഉണ്ടാവാം. എങ്ങനെയാണത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയിസണിനെ ട്രീറ്റ് ചെയ്യുന്നത്? പ്രിവെൻഷൻ ഓഫ് ഫർദർ എക്സ്പോഷർ, ഓക്സിജൻ ഇൻഹലേഷൻ, ഡയസെപ്പാം, മാനിറ്റോള്, ഹൈപ്പർ ബെയറിക് ഓക്സിജൻ തെറാപ്പി. ഓക്സിജൻ കൊടുക്കുക, ഡയസെപ്പാം കൊടുക്കുക, മാനിറ്റോൾ കൊടുക്കുക, ഹൈപ്പർ ബെയറിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ. വാട്ട് ഡു യു മീൻ ബൈ ഹൈപ്പർ ബെയറിക് ഓക്സിജൻ തെറാപ്പി? ഹൈപ്പർ ബെയറിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് ബ്രീത്തിങ് പ്യുവർ ഓക്സിജൻ, ഒരു ചേംബറിലുള്ള പ്യുവർ ഓക്സിജനാണ്. പ്യുവർ ഓക്സിജൻ ഇൻ വിച്ച് ദ എയർ പ്രഷർ ഈസ് അബൌട്ട് 2 to 3 times more than normal. This hastens the replacement of carbon monoxide with oxygen in the blood. ഇതാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് റീപ്ലേസ് ചെയ്യും. വാട്ട് ഈസ് ദ റാഷണലെ ബിഹൈൻഡ് യൂസിങ് ഹൈപ്പർ ബെയറിക് ഓക്സിജൻ ഇൻ കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി? റാഷണൽ എന്താണ്? ഹൈപ്പർ ബെയറിക് ഓക്സിജൻ തെറാപ്പി ഈസ് യൂസ്ഡ് ഇൻ കേസസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നു ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് ഹാർട്ട് വിച്ച് ആർ വൾണറബിൾ ടു ഇഞ്ചുറി ഫ്രം കാർബൺ മോണോക്സൈഡ് പോയിസൺ. അടുത്തത്, വാട്ട് ആർ ദ ഇൻഡിക്കേഷൻ ഫോർ യൂസിങ്? എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻ ഫോർ യൂസിങ് ഹൈപ്പർ ബെയറിക് ഓക്സിജൻ ഇൻ കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിൽ? ഇവിടെയൊക്കെയാണ് പ്രത്യേകിച്ച് സിവിയർ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൻസിൽ തീർച്ചയായിട്ടും പ്രസവം, ഒരു അൺബോൺ ബേബീസ് ആർ മോർ സസെപ്റ്റബിൾ ടു ഡാമേജ് ഫ്രം പോയിസണിങ്. ഈ ജനിക്കാത്ത കുഞ്ഞുങ്ങൾ ആണ് കൂടുതൽ ഇതുമായിട്ട് മരിച്ചു പോകാൻ, ഡാമേജ് ഈ പോയിസണിങ് കാരണം മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ. വൈ ഈസ് ഫീറ്റസ് മോർ സസെപ്റ്റബിൾ ടു കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി? എന്തുകൊണ്ടാണ് നമ്മുടെ ഫീറ്റസ് മോർ സസെപ്റ്റബിൾ ആകുന്നത് കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റിയുമായിട്ട്? ബിക്കോസ് വളരെയേറെ ബന്ധമാണ്. ഗ്രേറ്റർ കണ്ടൻറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീറ്റൽ ബ്ലഡ്. ഫീറ്റൽ ബ്ലഡിലുള്ള നമ്മുടെ ഹീമോഗ്ലോബിന് വളരെയേറെ ബന്ധമാണ്. ഗ്രേറ്റർ കണ്ടൻറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീറ്റൽ ബ്ലഡ് ലീഡിങ് ടു ഗ്രേറ്റർ കാർബോക്സി ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ ലെസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഫീറ്റൽ ബ്ലഡ്. ലെസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഫീറ്റൽ ബ്ലഡ്. അതുപോലെ തന്നെ ഗ്രേറ്റർ കണ്ടൻറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ, ഒരുപാട് വലിയ കണ്ടൻറ്റ് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ഫീറ്റൽ ബ്ലഡിലുള്ളതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഫീറ്റൽ ബ്ലഡിൽ വളരെ കുറവായതുകൊണ്ട് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൽ lies to the left to the adult curve, resulting in greater tissue hypoxia at equivalent carbon monoxide carboxy hemoglobin equivalents. പിന്നെ ലോങ്ങർ fetal half-life elimination of carbon monoxide. ലോങ്ങർ fetal half-life of elimination of carbon monoxide. എന്തുകൊണ്ടാണ് ഫീറ്റസ് മോർ സസെപ്റ്റബിൾ ടു കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി എന്ന് പറയാൻ കാരണം ഒരുപാട് ഗ്രേറ്റർ കണ്ടൻറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഫീറ്റൽ ബ്ലഡ് ലീഡിങ് ടു ഗ്രേറ്റർ കാർബോക്സി ഹീമോഗ്ലോബിൻ. പിന്നെ പാർഷ്യൽ പ്രഷർ കുറവാണ് ഓക്സിജൻ. ലെസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഫീറ്റൽ ബ്ലഡ്. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ലൈസ് ടു ദ ലെഫ്റ്റ് ടു ദ റിസൾട്ടിങ് ഗ്രേറ്റർ ടിഷ്യൂ ഹൈപ്പോക്സിയ ഇക്വലന്റ് കാർബോക്സി ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ ലോങ്ങർ ഫീറ്റൽ ഹാഫ് ലൈഫ് ഓഫ് ദ എലിമിനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പീരീഡ് വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ലെഫ്റ്റിലേക്ക് പോകും കമ്പയർ ടു അഡൽട്ട്.
അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഹൈപ്പോക്സി ഉണ്ടാവും. അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ഫീറ്റൽ ബ്ലഡിൽ കുറവാണ്. ഓക്കെ, എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഓട്ടോപ്സി ഫീച്ചേഴ്സ് ഇൻ കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി? ഓട്ടോപ്സി ഫീച്ചേഴ്സ് ആർ ഇൻ കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ടോക്സിസിറ്റി ആർ ചെറിയ റെഡ് കളർ, ഒരു ചെറിയൻ്റെ റെഡ് കളർ ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം ലിബിഡിറ്റി ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻ സീന് ഇഫ് ദ കാർബൺ മോണോക്സൈഡ് സാച്ചുറേഷൻ ഓഫ് ബ്ലഡ് ഈസ് മോർ ദാൻ 30%. ചെറിയ റെഡ് കളർ ഉണ്ടാവും, പോസ്റ്റ്മോർട്ടം ലിബിഡിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിലും കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ കുറിച്ച് മോർ ദാൻ 30% ഉണ്ടാവും. ചെറിയ റെഡ് കളർ ഉണ്ടാവും. ചെറിയ റെഡ് കളറാണ് മെയിനായിട്ട് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഉണ്ടാകുന്നത്. എന്താ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ മോർ ദാൻ 30%. പിന്നെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നു, പൾമോണറി എഡിമ ഉണ്ടാവുന്നു, സെറിബ്രൽ എഡിമ ഉണ്ടാവുന്നു, നെക്രോസിസ് ആൻഡ് ക്യാവിറ്റേഷൻ ഓഫ് ദ ബേസൽ ഗാംഗ്ലിയ ഉണ്ടാവുന്നു. വാട്ട് പ്രിക്കോഷൻസ് ഡു യു ടേക്ക് വൈൽ പ്രിസർവിങ് ബ്ലഡ് ഫോർ കെമിക്കൽ അനാലിസിസ് ഇൻ ദി കേസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്? തീർച്ചയായിട്ടും അവിടെ ലെയർ ഓഫ് ലിക്വിഡ് പാരാഫിൻ ഓൺ ബ്ലഡ് ടു പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഫ് പോയിസൺ. അവിടെ ഒരു ലിക്വിഡ് പാരാഫിൻ വെക്കണം, ഈ നമ്മുടെ കാർബൺ മോണോക്സൈഡ് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ലിക്വിഡ് പാരാഫിൻ ലെയർ കൂടെ വെക്കണം. വാട്ട് ആർ ദ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്? സൂയിസൈഡ്, ഡൊമസ്റ്റിക് എക്സ്പോഷർ, സൂയിസൈഡിൽ ഡൊമസ്റ്റിക് എക്സ്പോഷർ, ഡിഫക്റ്റീവ് എക്സോസ്റ്റ് ഇൻ കാർ, വണ്ടിക്ക് എന്തെങ്കിലും കാറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മൾ ഈ ഹോൺ കേട്ടല്ലോ, അതുപോലെ തന്നെ കാറിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ടുള്ള എക്സോസ്റ്റോ ഡൊമസ്റ്റിക് എക്സ്പോഷറോ, ആക്സിഡൻ്റൽ ഫയർ ഇൻ ലാർജ് ബിൽഡിങ്സ്, എന്തെങ്കിലും തീപിടുത്തം ഉണ്ടെങ്കിലോ, ഹോമിസൈഡിലോ. വാട്ട് ഈസ് ചോക്ക്, ക്യാമ്പ് ഓർ ആഫ്റ്റർ ഡാമ്പ്? ഇറ്റ് ഈസ് എ ഗേഷ്യസ് പ്രോഡക്റ്റ് ഓഫ് കംപ്രസിങ് ഓഫ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. സോ ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ചോക്ക് ക്യാമ്പ് ഓർ ആഫ്റ്റർ ക്യാമ്പ്. ചോക്ക് ക്യാമ്പ് ഓർ ആഫ്റ്റർ ക്യാമ്പ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഗേഷ്യസ് പ്രോഡക്റ്റാണ്. വാട്ട് ഈസ് ഗോസ് ടു വെൽ? ഈ കാർബൺ ഡയോക്സൈഡ് ബി ഹെവിയർ ടെൻഡർ ടു അക്യുമുലേറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ഓൾഡ് വെൽസ്. നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡ് ബി ഹെവിയർ ടെൻഡ് ടു, നമ്മുടെ ഒരു കിണറിലൊക്കെ ഇത് വളരെയേറെ ആഴത്തിൽ, കിണറിൻ്റെ ബോട്ടത്തിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ person entering the well is found unconscious and death due to asphyxia, which appears to the person observing as if some ghost or some unidentified entity present there and is responsible. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ചിലർ കിണറിൽ ഇറങ്ങുമ്പോൾ അവർ മരിക്കുന്നു, അവിടെ ചിലർ പറയുന്നത് അവിടെ പ്രേതമുണ്ടെന്ന്. എന്നാൽ അതൊന്നുമല്ല, അതിൻ്റെ അടിത്തട്ടിൽ കാർബൺ ഡയോക്സൈഡ് വളരെയേറെ ഉള്ളതുകൊണ്ട് അതിനെയാണ് ഗോസ്റ്റ് വെൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ടോക്സിസിറ്റി? നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് CNSുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൗസിനെസ്, ക്ഷീണം, മൈൽഡ് നെക്രോസിസ്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, അൺകോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, ശ്വാസം മുട്ട, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, മസിൽ ട്രമേഴ്സ് ഉണ്ടാകുന്നു, ഒരുപാട് സ്വെറ്റിംഗ് ഉണ്ടാകുന്നു, സ്കിന്ന് ഒരുപാട് സ്വെറ്റിങ്, വിയർക്കുന്നു, വിഷൻ കാഴ്ച നഷ്ടപ്പെടുന്നു. ട്രീറ്റ്മെൻറ്റ് എന്താണ്? റിമൂവ് ഫ്രം ദ സോഴ്സ്, ആ സോഴ്സിൽ നിന്ന് മാറ്റുക, ഓക്സിജൻ ഇൻഹലേഷൻ കൊടുക്കുക, കാർഡിയാക് സ്റ്റിമുലൻ്റ് കൊടുക്കുക, സിംറ്റമാറ്റിക്കായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്താണ് ഒരു സയനൈഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ മണം എന്താണ്? ബിറ്റർ ആൽമണ്ട്. നമ്മുടെ ബിറ്റർ ആൽമണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ബദാമിൻ്റെ മണമാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സയനൈഡിൻ്റെ യൂസസ്? ഇൻഡസ്ട്രിയൽ യൂസസ് ഉണ്ട്, അഗ്രികൾച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാം, മെഡിസിനിൽ ലാറ്ററിൻ സോഡിയം നൈട്രോക്രൂസൈഡ്, മെഡിസിനിൽ യൂസ് ഉണ്ട്, സോഡിയം നൈട്രോക്രൂസൈഡ് ലാറ്ററിലൊക്കെ ഉണ്ട്. സോഴ്സസ് ഓഫ് സയനൈഡ് എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന്, നമ്മുടെ ചെടികളിൽ നിന്ന്, ബാമ്പു, ആപ്രിക്കോട്ട്, പ്ലം, ബ്ലാക്ക്ബെറി, ആപ്പിൾ, ഗ്രാസ്, ബിറ്റർ ആൽമണ്ട്. കമ്പഷൻ ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അക്രൈലോ നൈട്രൈൽ മെറ്റീരിയൽ, പിന്നെ അതുപോലെ തന്നെ പുകയിൽ, ടൊബാക്കോ സ്മോക്കിൽ നിന്ന്, എക്സോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസിൽ നിന്ന്. എന്താണ് ഈ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സയനൈഡ്? മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സയനൈഡ് എന്ന് പറയുന്നത് ബൈൻഡിങ് സയനൈഡ് ടു
സൈറ്റോക്രോം 3 ഇൻ മൈറ്റോകോൺട്രിയ. നമ്മുടെ ഈ സയനൈഡ് നമ്മുടെ മൈറ്റോകോൺട്രിയയിലുള്ള സൈറ്റോക്രോം 3യുമായിട്ട് ഒരുമിച്ച് അങ്ങോട്ട് നല്ല പൊളിച്ചങ്ങോട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇത് നമ്മുടെ എൻസൈമായ സൈറ്റോക്രോം ഓക്സിഡേസ് എന്നൊരു എൻസൈമുണ്ട്. നമ്മുടെ സയനൈഡ് സൈറ്റോക്രോം 3 എന്നുള്ള മൈറ്റോകോൺട്രിയയിലുള്ള അതുമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചേർന്ന് നമ്മുടെ എൻസൈമിനെ അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ അങ്ങോട്ട് ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് അവിടെ ഹിസ്റ്റോടോക്സിക് അനോക്സിയ ഉണ്ടാവും. പ്രൈമറി സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ദ സയനൈഡ് എവിടെയാണ്? സെൽസ്, നോട്ട് ദ ബ്ലഡ്. പ്രൈമറി ആക്ഷൻ ഓഫ് ദ സൈറ്റ് എന്ന് പറയുന്നത് സെൽസിലാണ്, ബ്ലഡിലല്ല. ഹൗ ഡസ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ആർ കോസ്ഡ് ഡ്യൂ ടു ഹൈഡ്രജൻ സയനൈഡ്? ഹൈഡ്രജൻ സയനൈഡ് നമ്മൾ ശ്വസിച്ച് കഴിയുമ്പോൾ, ഇൻഹേൽ ചെയ്ത് കഴിയുമ്പോൾ ലങ്സിൽ നമ്മുടെ ഹീമോഗ്ലോബിനായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചേരും. നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ചേർന്നിട്ട് സയനൈഡ് ഹീമോഗ്ലോബിൻ അങ്ങോട്ട് ഉണ്ടാവും. സൈറ്റോക്രോം ഓക്സിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ നോക്സിയ, വോമിറ്റിംഗ്, അസിഡോസിസ്, കൺവൾഷൻ, അൺകോൺഷ്യസ്നെസ്, ഡെത്തിലേക്കൊക്കെ പോകും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അക്യൂട്ട് സയനൈഡ് ടോക്സിസിറ്റിയിൽ? നമ്മുടെ തലച്ചോറിലെ ഹെഡേക്ക്, അതുപോലെ തന്നെ അപസ്മാരം, കോമ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, പിന്നീട് ഹാർട്ട് റേറ്റ് കുറയുന്നു, ബ്ലഡ് പ്രഷർ അഫക്റ്റ് ചെയ്യുന്നു, വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ, കട്ടയ്ക്ക് അങ്ങോട്ട് ഹാർട്ട് അങ്ങോട്ട് അടിക്കുന്നു, ടക്കിക്കാർഡിയ ഫോളോഡ് ബൈ ബ്രാഡിക്കാർഡിയ, എല്ലാം BP കുറയുന്നു, പിന്നെ കൂടുന്നു കുറയുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു കുറയുന്നു, പൾമോണറി എഡിമ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, സ്കിന്ന് ബ്രിക്ക് റെഡ്, കോൾഡ് ആൻഡ് ക്ലാമി. വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ക്രോണിക് സയനൈഡ് ടോക്സിസിറ്റി? ഇതൊക്കെയാണ് ചോദിച്ചാൽ ടോക്സിക് ടൊബാക്കോ അംബൈലോപ്പിയ, ലെബേഴ്സ് ഹെറിഡിറ്ററി ഒപ്റ്റിക് ന്യൂറോപ്പതി, ടോക്സിക് അറ്റാക്സിക് ന്യൂറോപ്പതി, ടൊബാക്കോ അംബൈലോപ്പിയ, ലെബേഴ്സ് ഹെറിഡിറ്ററി ഒപ്റ്റിക് ന്യൂറോപ്പതി. താങ്ക് യു.